സന്തോഷം ദിവസിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആദരനായ ദേവദാസൻ കുടുംബം, മറ്റു എല്ലാ ദൈവവിശ്വാസികൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ ഓർത്തു സ്തോത്രം. പ്രത്യേകിച്ച് സഭയെ ദൈവം മാനിക്കുന്ന ദൈവത്തിൻ്റെ കൃപകളെ ഓർത്തും ദൈവത്തെ മഹത്വം. നിശ്ചയമായി കർത്താവ് ആർക്കും കടക്കാരനല്ല എന്ന് മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന് മഹത്വം. പ്രാരംഭത്തിൽ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞ് എൻ്റെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടേതായ നിരന്തരമായി പഠിക്കുന്ന ഭാഗത്തിലേക്ക് കയറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ദൈവസഭ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളൊന്നാണ്, കർത്താവെ ദൈവജനം ഒന്നിനും കുറവില്ലാത്തൊരു സഭയായി തീരണം. പൊതുവേ ദൈവസഭകൾ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. പക്ഷേ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ച വിഷയം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കർത്താവെ നന്മയ്ക്കായി ഒരടയാളം ദൈവവിശ്വാസം എല്ലാ കുടുംബങ്ങളും പ്രവർത്തിക്കണം. എന്തിനാണെന്നറിയാമോ? കർത്താവ് ഈ ദിവസങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ, ദൈവത്തെ സ്തുതിച്ചാൽ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് ഓരോ കുടുംബങ്ങളും വ്യക്തിപരമായ അനുഭവങ്ങൾ നൽകണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. നിരന്തരമായി ഞാൻ അതായിരുന്നു പ്രാർത്ഥിച്ചത്. കാരണം ദൈവ നന്മകളെന്ന് പറയുന്നത് പ്രാരംഭഘട്ടങ്ങളിൽ പലരുടെയും പ്രാർത്ഥന വളരെ പ്രാതിനിധ്യമുള്ളതാണ്. സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ദൈവസഭയെ അത്ഭുതങ്ങളാലും അടയാളങ്ങളെ ഉറപ്പിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഞാൻ ദൈവജനത്തോട് ഞാൻ പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്, പ്രാരംഭഘട്ടങ്ങളിൽ ദൈവസഭയെ ഉറപ്പിക്കുവാൻ ദൈവം ചില അത്ഭുതങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ഇനി അടുത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ വിഷയങ്ങളെക്കാളും പുതിയ വിശ്വാസികൾ വരുമ്പോൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? നാം പ്രാർത്ഥിക്കേണ്ടി വരും. പക്ഷെ അപ്പോൾ പഴയ വിശ്വാസികൾ എന്ത് ചെയ്യണം? സഭയുടെ പ്രാർത്ഥന ഉള്ളപ്പോൾ തന്നെ ദൈവാത്മാവ് നാം നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുകയും സ്വന്തമായി ദൈവസന്നിധി പ്രാർത്ഥിച്ച് ദൈവസന്നിധി സ്തുതിച്ച് മഹത്വപ്പെടുത്തി ചില അത്ഭുതങ്ങൾ നാം എന്ത് ചെയ്യണം? ഇനി നേടിയെടുത്തേ പറ്റുള്ളൂ. എന്നും ദൈവസഭ സപ്പോർട്ട് ചെയ്യുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് നമ്മളൊരു ചിന്തയിൽ വരരുത്. ദൈവസഭ എന്നും സപ്പോർട്ടായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നു, ഒരു വ്യത്യസ്തമായ ചിന്ത നമ്മൾ ഭരിക്കട്ടെ. കർത്താവെ, ഞാൻ ദൈവസന്നിധി സ്തുതിച്ചാൽ, ഞാൻ ദൈവത്തോട് നിലവിളിച്ചാൽ, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം, അത് അപ്പൻ ഇറങ്ങി വരുമെന്നുള്ള ബോധ്യത ദിവസങ്ങൾ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. എല്ലാ ദിവസവും എന്ത് ചെയ്യത്തില്ല? കുഞ്ഞുങ്ങൾക്ക് സ്പൂണിൽ എന്ത് ചെയ്യത്തില്ല? പാല് കൊടുക്കത്തില്ല, ആഹാരം കൊടുക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? വളരണം. 22 വയസ്സായാലും ഞാൻ സ്പൂൺ മറ്റുള്ളവരെടുത്ത് സ്പൂണിലെടുത്ത് കുടിച്ചാലേ ജീവിക്കൂ എന്ന് ഞാൻ തയ്ക്കും. അതിൻ്റെ അവസ്ഥ എന്തുവാ? മെച്യൂരിറ്റി ഇല്ല, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആത്മീയത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ മെച്യൂരിറ്റി ആവണം. നമ്മുടെ എല്ലാ കുടുംബങ്ങളും ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞു. വലിയ അത്ഭുതങ്ങൾ, ചെറുതൊന്നും അല്ല കേട്ടോ, അസാധാരണ അത്ഭുതങ്ങൾ. ശരിയാണോ ഞാൻ പറയുന്നത്? കറക്റ്റാണോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഓരോരോ കുടുംബങ്ങൾ, ടിൻഡോച്ചാൻ്റെ കുടുംബം, ടിനോച്ചാൻ്റെ കുടുംബത്തിൽ, അതുപോലെ തന്നെ കൃപ സിസ്റ്ററുടെ കാര്യത്തിൽ, ദൈവദാസന്റെ മുന്നിൽ, എൻ്റെ ഞാൻ പറയുന്ന ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ കണ്ടു ഈ ദിവസങ്ങളിൽ. അതെന്തിനാണെന്നറിയാമോ? വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിക്കുവാൻ. ഇനി എന്ത് ചെയ്യണം? ദൈവസഭ പ്രാർത്ഥിക്കും എന്നുള്ള ബോധ്യതയോടെ അല്ല, അതിനേക്കാൾ സ്വന്തമായി ഈ ദിവസങ്ങൾ സ്തുതിച്ച് ദൈവസന്നിധി കയറണം. ആത്മീയത്തിൽ നാം വളരണം, വളരണം, വളരണം. ദൈവസഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള അവസരങ്ങൾ കർത്താവ് നമുക്ക് നൽകട്ടെ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം, നാം ഒരുമിച്ച് നിൽക്കും, സഭ ഒന്നിച്ചു നിൽക്കും. ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആലോചനകൾ കൈമാറിയതുപോലെ ഒന്നിനും കുറവില്ലാത്തൊരു സഭ ദൈവം നമ്മെ തീർക്കും, നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. ഇത് സ്വന്തമായി എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ പ്രാപിക്കണം. ചിലത് സ്വന്തമായി ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? സ്തുതിക്കുവാൻ മറന്നുപോകരുത്. നിരന്തരമായി ദൈവത്തെ എന്ത് ചെയ്യണം? സ്തുതിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഇതൊക്കെ ഒരു സ്വാഭാവികമായി തീരും. ഞാൻ പറഞ്ഞു വന്ന സാഹചര്യം മറന്നു പോകരുത്. അത്ഭുതങ്ങളാലും അടയാളങ്ങൾ ദൈവസഭയെ ഉറപ്പിക്കേണ്ടത്. പക്ഷേ അതിൻ്റെ ബാക്കിലോട്ട് പോകാൻ നാം അനുവദിക്കരുത്. നാം ദൈവസന്നിധി സ്തുതിച്ച് ദൈവസന്നിധി കൂടുതൽ എന്ത് ചെയ്യണം? ഇനി ദൈവത്തിൻ്റെ സന്നിധിയിൽ കയറേണ്ട സമയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ നമ്മൾ പൂർണ്ണരായി തീരണം. ദൈവസഭ അതിപ്രാതിനിധ്യത്തോടെ 2000 ദൈവദാസൻ പറഞ്ഞ പുതിയൊരു വിഷയം ഞാൻ പറഞ്ഞ ഒന്നാമത്തെ വിഷയം നാം പ്രാർത്ഥിക്കാൻ വേണ്ടി, കർത്താവേ 2026 ഞങ്ങളുടെ സഭ പരിശുദ്ധാത്മാവിൽ പൂർണ്ണരായി തീരണമേ.
ഞങ്ങളുടെ തലമുറകൾ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ പൂർണ്ണരായി തീരണമേ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. 10% 50% 100%. ആദിമ കാലഘട്ടത്തിൽ ആദാമിന്റെ മേൽ ഹവ്വയുടെ മേൽ പകർന്ന ദൈവസാന്നിധ്യമുണ്ട്, പൂർണ്ണ ദൈവസാന്നിധ്യം. ആ ദൈവസാന്നിധ്യ ദൈവസഭ അത് ഏറ്റെടുത്ത് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ വിഷയം, കർത്താവേ പരിശുദ്ധാത്മാവിൽ നമ്മെ പൂർണ്ണമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ദൈവസഭ പരിശുദ്ധാത്മാവിൽ നടക്കാൻ വേണ്ടി പോകുകയാണ്. പരിശുദ്ധാത്മാവിൽ നടക്കാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ എതിർക്കുന്ന ദൈവദാസൻ പറഞ്ഞ അതേ വാചകം ഒന്നുകൂടെ പറയട്ടെ. നമ്മെ എതിർക്കുന്ന ശത്രുക്കൾ ഒത്തിരി വരും. നമ്മളെ പരാജയപ്പെടുത്തുന്ന പല സാഹചര്യങ്ങൾ വരും, പല രോഗങ്ങൾ വരും, പല ദുഃഖങ്ങൾ വരും, നിരാശകൾ വരും. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അത് കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മെ പരിപാലിക്കുന്ന ദൂതന്മാരുടെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണാലെ കാണാൻ വേണ്ടി പോകുകയാണ്. ദൈവം വിശ്വസിക്കുന്ന ഒരുമിച്ച് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും അതേ അനുഭവം പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അസാധാരണ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ഇതേ സമയത്ത് തന്നെ കഴിഞ്ഞ പല നാളുകളിൽ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ പല അനുഭവമുണ്ട്. പൈശാചികമായ പല മണ്ഡലങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി കേട്ടോ, ചെറുതൊന്നുമല്ല കേട്ടോ, വലിയ പൈശാചികമായ മണ്ഡലങ്ങൾ, നിങ്ങൾ വിശ്വസിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ഈ ദിവസങ്ങളിൽ അല്ലയോ സ്തോത്രല്യ, ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുകയായിരുന്നു പല സംഭവ വികാസങ്ങൾ. ഞാൻ മാർത്താണ്ഡത്ത് എന്ന് പറഞ്ഞൊരു സാനു എന്ന് പറഞ്ഞൊരു പാസ്റ്ററോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരു സഹോദരി ഒറ്റ സെക്കൻഡുകൾ കൊണ്ട് താഴെ നിന്നും ഈ അല്ലെങ്കിൽ മരത്തിൻ്റെ മേളിൽ ഇങ്ങനെ ചുരുണ്ടുപോകും, ഈ പാമ്പ് പോലെ. ഇതൊക്കെ പൈശാചിക ബന്ധനങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ ശുശ്രൂഷിക്കാൻ പലയിടങ്ങളിൽ പല സമയങ്ങളിൽ ശുശ്രൂഷിക്കാൻ പോയ സ്ഥലമായിരുന്നു. സ്തോത്രമല്ല, നമ്മുടേതായ ചെന്നൈ അല്ലയോ സ്തോത്ര കടലൂർ എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ പ്രസംഗിക്കാൻ പോയപ്പോൾ ആ ദൈവദാസൻ പ്രിയപ്പെട്ട മിനർവയുടെ ചേച്ചിയാണ് ശുശ്രൂഷിക്കുന്നത്. അവിടെ പറഞ്ഞൊരു ഭാഗമുണ്ട്. പള്ളിക്കകത്തിരുന്നൊരു സഹോദരി പറയും, അവിടെ ഞാൻ തൊട്ടു എന്ന് പറയുമ്പോൾ ആ സമയത്തിന് സ്പോട്ടുകൾക്ക് നോക്കുമ്പോൾ വലിയ അപകടമുണ്ട്, ആരെങ്കിലും മരിക്കും. സ്തോത്രം. ഇത് ഡയറക്റ്റായി, ഇതൊന്നൊരു കെട്ടുകഥയല്ല. ഇങ്ങനെ പലവിധമാകുന്ന പൈശാചിക മണ്ഡലങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കാലഘട്ടത്തിൽ എൻ്റെ ആത്മീയ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവദാസന് ഒരു പ്രത്യേക നിയോഗത്തിൽ സഭയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൈശാചികമായ ചില മണ്ഡലങ്ങൾ വെളിപ്പെടും. അതിൽ അധൈര്യപ്പെടരുത്, സന്തോഷത്തോടെ നിന്ന് ധൈര്യത്തോടെ നിന്ന് ദൈവത്തിൻ്റെ വേല ചെയ്തോണം. ഞാൻ കഴിഞ്ഞ ദിവസം അല്ലല്ലിയ സ്തോത്രം ജൂലിയ അല്ലല്ലിയ സ്തോത്രം ആ ടോയ്ലറ്റിലേക്ക് പോയി. കറക്റ്റ് 12 മണി കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ടോയ്ലറ്റിലേക്ക് പോയി, ഓടിച്ചാടി നിലവിളിച്ച് തിരിച്ചു വന്നു. അപ്പോൾ പറഞ്ഞു, അതിനകത്തൊരു മനുഷ്യൻ നിൽക്കുന്നു, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു. ശരിക്കും ഞാനും ജൂലിയ പൊതുവെ അങ്ങനെ പേടിക്കാത്ത വ്യക്തിയാണ്. ഞാൻ പെട്ടെന്ന് എന്നെ കുഞ്ഞിനെ എടുത്ത് അകത്ത് കൊണ്ടുവന്നു. ഞാനൊന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ ഇനി അങ്ങനെ കാണരുത്. അപ്പം ഞാൻ എൻ്റെ ആത്മീയ പിതാവിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യം ഇങ്ങനെയാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ പിശാചിനെ കാണും, ദൂതന്മാരെ കാണും, ദൈവത്തെയൊക്കെ ഇതൊക്കെ കാണും. പക്ഷേ ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഇനി അത് മാത്രമല്ല, പല സംഭവങ്ങൾ നമ്മുടെ ഭവനത്തിനകത്ത് നടന്നു. പല സംഭവങ്ങൾ, ഇത് മാത്രമല്ല കേട്ടോ, അതൊന്നു മാത്രമാണെങ്കിൽ ഞാനത് അത്രത്തോളം അംഗീകരിക്കാൻ പറ്റും. പല സംഭവങ്ങൾ, സ്തോത്രം ഹല്ലേലൂയ, പാത്രങ്ങൾ ദൂരെ എത്തെറിയുക, ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും നടക്കുന്നു. ഞാൻ പറഞ്ഞ സാഹചര്യം എന്തെന്നറിയാമോ? ഇത് പിശാച് നമ്മെ തകർക്കുവാനുള്ള സംഭവമല്ല, പൈശാചികമായ മണ്ഡലങ്ങളിൽ ദൈവസഭ ഇറങ്ങിച്ചെല്ലും തെളിവാണ്. സ്തോത്രം ഹല്ലേലൂയ. അത് മാത്രമല്ല, ഒരു 3 ദിവസത്തിന് മുമ്പേ ഒരു സ്വപ്നം ഞാൻ കാണുകയാണ്. അപ്പോൾ രാവിലെ എനിക്ക് മനസ്സിലായി, രാത്രി മുഴുവൻ കണ്ട സ്വപ്നം ഇതായിരുന്നു. ഒറ്റ വിഷയമായിരുന്നു. പിശാചൊരു ഓഫർ ഇടുകയാണ്, എന്നോടൊരു ഓഫർ ഇടുകയാണ്. ഞാൻ ഈ സംഭവത്തിൽ നിന്നെല്ലാം പിന്തിരിയാം. ഒന്നുകിൽ നീ ദൈവസഭയിൽ നിന്ന് പുറത്തു പോകണം, അല്ലെങ്കിൽ സാധാരണ വ്യക്തികളെ പോലെ നിന്ന് ശുശ്രൂഷിക്കണം. സ്വത്രം ദൈവദാസന്മാർ അങ്ങനെ ഒരു അനുഭവത്തിലല്ല ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്. ഇതൊക്കെ പറയുന്നതിന് കാരണം അഹങ്കാരത്തോടെ പറയുന്നതല്ല. ദൈവസഭ തിരിച്ചറിയണം, പല പൈശാചികമായ മണ്ഡലങ്ങളിലും ദൈവസഭ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളായി പല അത്ഭുതങ്ങൾ നടക്കാൻ ദൈവത്തിന് ചില പദ്ധതിയിലേക്ക് നാം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ നാം മിണ്ടാതിരിക്കരുത്. ചില അത്ഭുതങ്ങൾ കാണുന്നത്, അടയാളങ്ങൾ കാണുന്നത് നമ്മെ ഉറപ്പിക്കുവാനാണ്. നമ്മെ ഉറപ്പിച്ചോ? വിശ്വാസം ഉറപ്പിച്ചോ?
നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവം നമ്മോടൊന്ന് ഉറപ്പിച്ചു. കഴിഞ്ഞ നാളുകൾ പോലെയല്ല, നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി. അതാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ ഉറപ്പിച്ചു ഈ കാലഘട്ടത്തിൽ. ഇനി എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കൃപ നമ്മൾ അനുഭവിക്കണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകരണം. പരിശുദ്ധാത്മാവിന്റെ നിമഞ്ജനം നമ്മുടെ ജീവിതത്തിനകത്ത് വരണം. അതാ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മെ കർത്താവ് അനുവദിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചൊരു ഭാഗമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന വിഷയമാണ്. ദൈവാത്മാവിൻ്റെ ഒരു നിയോഗപ്രകാരമാണ് ഈ ഒരു വിഷയം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, 2026 പ്രാരംഭ വിഷയം നമ്മുടെ ഇതായിരിക്കട്ടെ. കർത്താവേ, ഈ സഭയെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഒന്നിനും കുറവില്ലാത്ത സഭയെന്ന് പറയുമ്പോൾ വ്യക്തിപരമായ വിഷയങ്ങൾ അത് പൂർത്തീകരിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ഒരു സഭ പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി, പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതമായ സഭയായി തീരണമേ. പരിശുദ്ധാത്മാവിനാൽ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവസാന്നിധ്യം വെളിപ്പെടണമേ. അനോയിൻമെന്റ്, അഭിഷേകം വെളിപ്പെടണമേ. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവിൽ ജീവിക്കാനുള്ള കൃപ, പരിശുദ്ധാത്മാവിൽ നടക്കുവാനുള്ള കൃപ, പരിശുദ്ധാത്മാവിൽ ഓടുവാനുള്ള കൃപ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഇന്ന് ദൈവദാസൻ പറഞ്ഞൊരു വാചകം, ക്ഷണം പ്രതി. ആ വചനം ഒന്ന് വായിക്കും, ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. വളരെ ഇന്നത്തെ എൻ്റെ വിഷയവുമായി വളരെ താരതമ്യപ്പെട്ടൊരു അനുഗ്രഹിക്കട്ടൊരു വചനം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ വചനം. ആ വചനം ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 27-ാം അധ്യായം 3-ാം വാക്യമാണെന്ന് തോന്നുന്നു. ആ വായിക്കാം. വായിച്ചേ. യഹോവയായ ഞാൻ അതിനെ എന്ത് ചെയ്യും? ഈ അതിനെ എന്ന് പറഞ്ഞ വാക്ക് എൻ്റെ എന്ന് പറഞ്ഞ് ചേർത്ത് വായിക്കാമോ? യഹോവയായ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സഭയെയും സൂക്ഷിക്കുവാനിടയായി തീരും. അടുത്ത് വളരെ ഇമ്പോർട്ടൻസാ. ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിഷയം വിടാം. ഞാൻ പറഞ്ഞു വന്ന സാഹചര്യം, ക്ഷണം പ്രതി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവദാസൻ പറഞ്ഞു, ഓരോ നിമിഷവും. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒത്തിരി മരങ്ങളെ കാണാം അല്ലേ? പച്ചപ്പ് പോലെ നിൽക്കും. പലതും വെള്ളമില്ലാതെ ഉണങ്ങി നിൽക്കുന്ന മരങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ അന്ത്യം എന്തായിരിക്കും? പരാജയമായിരിക്കും. പക്ഷെ ദിനംതോറും ഒരു ആറ്റരികത്ത് നട്ടിരിക്കുന്നതോ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായിട്ടുള്ള ഒരു അല്ലയോ സ്തോത്രം അല്ലയോ വൃക്ഷമാണെങ്കിൽ, അങ്ങനൊരു വൃക്ഷമാണെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കത്തില്ല. പല മരങ്ങൾ ഉയർന്നു നിൽക്കുന്നു, വെള്ളം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പരാജയ അവസാനം എന്തായിരിക്കും? കുറച്ച് ദിവസം നിൽക്കും, പിന്നെ എന്ത് ചെയ്യും? അതിൻ്റെ അവസാനമായിരിക്കും, പരാജയമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവവചനപ്രകാരം വെള്ളം എന്ന വാക്കിന് ഈക്വലൈസ് ചെയ്ത് നിൽക്കുന്ന എന്തുവാണ്? പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോയാൽ, ആ വെള്ളം നമ്മൾ നനയാതെ പോയാൽ, മനുഷ്യരുടെ മുമ്പിൽ ഒരു പക്ഷേ ഒത്തിരി ഉന്നതി നിൽക്കുന്നതായിരിക്കാം. പക്ഷേ ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശമില്ലാതെ പോയാൽ ഓർക്കണം, അതിൻ്റെ അന്ത്യമെന്ന് പറഞ്ഞ പരാജയം. അതാ കർത്താവ് ആദാമിനോട് ഹവ്വയെ പറഞ്ഞത്. എന്ത് ചെയ്യും? ജീവനുള്ള ദേഹിയായി തീർന്ന പരിശുദ്ധാത്മാവ് എന്നാണോ നീ പാപം ചെയ്ത് നഷ്ടപ്പെടും, നീ മരിക്കും. മനുഷ്യരുടെ മുമ്പിൽ മരിച്ചു കഴിഞ്ഞു, ദൈവത്തിന് മുമ്പാകെ അവൻ മരിച്ചു കഴിഞ്ഞു. മരണപ്പെട്ട അനുഭവത്തിലും ജീവിക്കുന്നു മനുഷ്യരുടെ മുമ്പിൽ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമുക്ക് ഒരുമിച്ച് സഭയെ പറ്റി പ്രാർത്ഥിക്കേണ്ട വിഷയം, കർത്താവേ, ഒരു മരിച്ച ഒരു സസ്യം പോലെ, മരിച്ച ഒരു മരം പോലെയല്ല, നിരന്തരമായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു നനവ് നമ്മുടെ സഭകളിൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നിരന്തരമായി കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. കർത്താവേ, ഒരു ബ്ലോക്ക് ആവുന്ന അനുഭവമല്ല. എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മേൽ അഭിഷേകം നിരന്തരമായി നനയട്ടെ. കർത്താവേ, അങ്ങയുടെ ആത്മാവിൻ്റെ ഒരു അഭിഷേകം എൻ്റെ മേൽ, തലമുറകളുടെ മേലും എൻ്റെ സഭകളുടെ മേൽ കർത്താവേ നിരന്തരമായി നനയ്ക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ പറ്റും? ഒരു കാര്യം ഓർക്കണം, പല വിധത്തിലുള്ള പരാജയങ്ങൾ നമ്മുടെ മുമ്പിൽ സംഭവിക്കും, പലവിധമാകുന്ന അപകടങ്ങൾ നമ്മുടെ മുമ്പിൽ സംഭവിക്കും. രാത്രി മുഴുവൻ ഉറങ്ങാതെ പല ശത്രുവിന്റെ പദ്ധതികൾ, മന്ത്രവാദികൾ, ശകനവാദികൾ, എതിർ പ്രാർത്ഥനക്കാർ നിനക്കെതിരെ എത്ര വലിയ എയ്യമ്പുകൾ എഴുതുന്നു പറഞ്ഞാലും ഇന്ന് പകൽക്കാലം ദൈവസഭയോട് ഈ അവസാന നാളുകളിൽ, ഈ 2025 അവസാന നാളുകളിൽ പരിശുദ്ധ ദൈവസഭയോട് പറഞ്ഞു, നിരന്തരമായി ഒരു നനവ് പരിശുദ്ധാത്മാവിൽ നമ്മുടെ സംഭവിക്കുവാൻ അനുവദിച്ചു കൊടുക്കുമെങ്കിൽ നിന്നെ തകർക്കുന്ന എത്ര വലിയ പ്രതികൂല
കൊടുങ്കാറ്റുകൾ വന്നാലും അതിലൊരു പരാജയപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കർത്താവ് എന്താ പറഞ്ഞു? ഞാൻ അതിനെ നനയ്ക്കും. ഇന്ന് പകൽക്കാലം പറയാം, കർത്താവേ എന്നെയും എൻ്റെ തലമുറകളെയും അപ്പം നനയ്ക്കണം. ഈ ലോക മനുഷ്യനല്ല നനയ്ക്കേണ്ടത്, അപ്പം നനയ്ക്കണം. ഇന്ന് പകൽക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എന്നെ നീ നനയ്ക്കണം. ഹല്ലേലൂയ. നമ്മൾ നിരന്തരമായി വായിച്ചു വന്ന ഭാഗത്തിലേക്ക് നമുക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ ആഴമായി പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിയോഗത്താലാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ആരംഭിച്ചത്. വളരെ സൗമ്യമായിട്ടാണ് ഈ വചനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്, അത് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ആഴമേറിയതായ ചിന്തകളുണ്ടെങ്കിൽ അത് നിശ്ചയമായി പ്രാർത്ഥിച്ച് ഹൃദയത്തിനകത്ത് പറഞ്ഞോണം, കർത്താവേ ഈ നിയോഗം എന്നിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. അതിലൊരു നിയോഗം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഞാൻ ആ ഭാഗത്തിലേക്ക് വരാം. പരിശുദ്ധാത്മാവിനെ പറ്റി പഠിച്ചത് ആദ്യം അതിൻ്റെ ഇൻട്രഡക്ഷൻ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒന്നാമതായി പഠിച്ചത് മനുഷ്യനെ പറ്റി പഠിച്ചല്ലേ, ദേഹം, ദേഹി, ആത്മാവ്. അപ്പോൾ 3 കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചു. അപ്പോൾ അതിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവജനത്തെ പ്രാർത്ഥിക്കുവാൻ നിയോഗിച്ച ഒരു വിഷയം എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് വന്ന് അതിൻ്റെ റിയാക്ഷനാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇന്ന് പകൽക്കാൻ പറഞ്ഞ ദൈവദാസൻ പറഞ്ഞ ആ വചനം കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. നിരന്തരമായി നമ്മുടെ ഹൃദയത്തിനകത്ത്, നമ്മുടെ മനസ്സിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വരാതെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് നിന്ന് റിയാക്ഷൻ ഉണ്ടായിരിക്കും, മനസ്സിനകത്ത് ദൈവ സാന്നിധ്യമില്ല. അപ്പോൾ എന്താണ് കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം, ഒന്നാമതായി ഈ വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കേണ്ട ഒന്നാമത്തെ വിഷയം, കർത്താവേ, അല്ലെ അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. നിന്റെ നാമത്തിൽ ഞാൻ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ ഞാൻ പലതും ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ആദാമും ഹൗവയ്ക്കും തൻ്റെ മനസാക്ഷിക്കകത്ത്, തൻ്റെ മനസ്സിനകത്താണ് ദൈവ സാന്നിധ്യം ഇറങ്ങിയത്. അങ്ങനെ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നത്. കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണ്. അല്ലയോ സ്തോത്രം. ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ 2 ആത്മാക്കൾ കയറി, അല്ലെങ്കിൽ 2 ആത്മാ നിയോഗമുണ്ടായി, 2 അല്ലയോ സ്തോത്രം അല്ലയോ അനുഭവമുണ്ടായി. 1 മനുഷ്യാത്മാവും, 2 ദൈവാത്മാവും. ഈ ദൈവാത്മാവ് മനസ്സിന്റെ ഉള്ളിലാക്കി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ ദൈവസന്നിധിയിൽ ദൈവാത്മാവ് മനസ്സിന്റെ ഉള്ളിൽ വരുമ്പോഴാണ് ജീവനുള്ള ദേഹിയായി വെളിപ്പെടുന്നത്. അപ്പോൾ ആ മനസ്സിന്റെ അകത്തുണ്ടാവുന്നതാണ് റിയാക്ഷനാണ് നമ്മുടെ ശരീരം നടക്കുന്നത്. അപ്പോൾ ഓർക്കണം, പക്ഷേ മനസ്സിൽ നമ്മൾ അനുവദിച്ചു കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നിരന്തരമായി ശരീരത്തിൽ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഉള്ളിൽ, മനസ്സ് എന്താണ്? വിൽ, നമ്മൾ ഇച്ഛിക്കുവാനുള്ള, ചിന്തിക്കുവാനുള്ള ഇന്റലക്ച്വൽ പവർ, നമുക്ക് വിവേകത്തോടെ തിരിച്ചറിയുവാനുള്ള ഒരു ബുദ്ധി, ഇതെന്ത് ചെയ്യാണ്? അതിനകത്ത് ദൈവ സാന്നിധ്യം നിറയണമെന്നുള്ള പ്രാർത്ഥന. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല അനുവദിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ അനുവദിച്ചാൽ അന്യഭാഷ കാണും, അഭിഷേകം കാണും, പല കാര്യങ്ങൾ നടക്കും, രോഗികൾ സൗഖ്യമാകും, അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും. പക്ഷേ മനസ്സിനകത്ത് പരിശുദ്ധാത്മാവിനെ അനുവദിക്കാതിരുന്നാൽ ദൈവസന്നിധിയിൽ അവൻ ചത്തവനാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥന വിഷയം എന്തായിരുന്നു? നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണ്? കർത്താവേ, എൻ്റെ ശരീരത്തിൽ മാത്രമല്ല എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവിനെ അനുവദിക്കാൻ എന്നെ സഹായിക്കണമേ. അല്ല എങ്കിൽ എന്ത് ചെയ്യും? ക്ഷമിക്കുവാനുള്ള മനസ്സില്ലാണ്ടാവും, സ്നേഹിക്കുവാനുള്ള മനസ്സില്ലാതെയായിപ്പോവും, കോപമുള്ള, വൈരാഗ്യമുള്ള, അല്ലെങ്കിൽ പകയുള്ള, പിണക്കമുള്ള, ജാരശങ്കയുള്ള, ക്രോധമുള്ള, ദ്വന്ദ്വവശമുള്ള, അസൂയുള്ള, ഭിന്നതയുള്ള ഒരു മനസ്സോടുകൂടെയാണ് ഇരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോ ചിന്തകൾ വരുമ്പോഴും നമ്മൾ ആലോചിക്കണം, കർത്താവേ, അങ്ങയുടെ ആത്മാവിന് എൻ്റെ മനസ്സിൽ ഇരിക്കുവാൻ തടസ്സമായി എൻ്റെ ചിന്തയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ മാറണമെന്ന് പ്രാർത്ഥിക്കണം. മറ്റൊരാളുടെ കാര്യം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ കുടുംബത്തിനകത്ത് ഷെയർ ചെയ്യുവാൻ നമ്മൾ വിതമ്പോൾ ഓർക്കണം, ഉടനെ ചിന്തിക്കണം, കർത്താവേ, ആ വിഷയം ഞാനിവിടെ സംസാരിക്കുമ്പോൾ കർത്താവേ, ആ മനസ്സിനകത്ത് പരിശുദ്ധാത്മാവിന് വിരുദ്ധമായ അനുഭവമാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് വിട്ടുമാറണം. അപ്പോൾ ഒന്നാമത് എന്താണ്? നമ്മുടെ മനസ്സിൽ പരിശുദ്ധാത്മാവിനെ അനുവദിച്ചു കൊടുക്കണം. ഇതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കുവാനിടയായി തീർന്നത്. ഈ മനസ്സെന്ന് പറയുന്ന ഭാഗം, രണ്ടാമത്തെ ഇൻട്രഡക്ഷൻ തന്നെ രണ്ടാമത്തെ ഭാഗത്തിൽ പോവുകയാണ്. ഈ മനസ്സ്
എന്ന വാക്കിനെ ആഴമായി പറയുന്ന ഒരുപാട് വാക്കുകൾ ബൈബിളിലുണ്ട്. എന്തൊക്കെയായിരിക്കാം നമ്മൾ തന്നെ നമുക്കറിയാം. ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താണ്? ദേഹി, അല്ലേ? നമ്മളത് പഠിച്ചതാണ്. 2, പ്രാണൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ദേഹിക്ക് പ്രാണൻ. മൂന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് ഉള്ളം. ഉള്ളം എന്ന വാക്ക് പ്രത്യേകിച്ച് സങ്കീർത്തനത്തിൽ ഉള്ളം എന്ന വാക്ക് ഉപയോഗിച്ചിരുന്ന അകമനുഷ്യനെ പറ്റിയാണ്. ദേഹി എന്ന വാക്ക് അതാണ് സ്തോത്രം. ഉള്ളത്തിൽ പ്രശംസിക്കണം, ഉള്ളത്തിൽ സ്തുതിക്കണം എന്നൊക്കെ സങ്കീർത്തനത്തിൽ പറയുന്നു. ഉള്ളം എന്ന് പറഞ്ഞാൽ ഉള്ളുള്ള മനുഷ്യനെ പറ്റി അല്ലെങ്കിൽ ദേഹിയെ പറ്റി പറയുന്ന ഭാഗമാണ്. അതുമാത്രമല്ല, ഒരു വാക്കും കൂടെ, അകമനുഷ്യൻ എന്ന വാക്കും കൂടെ ഈ മനസ്സിന് ഉൾപ്പെടുത്തുന്നു. ഞാനിത് പറയുന്നതിന് കാരണം ഈ ബൈബിളിൽ പല വാക്കുകൾ, ഈ 4 വാക്കുകൾ കേൾക്കുമ്പോൾ ഓർക്കണം, ഇത് ദേഹിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ അകമനുഷ്യനെ പറ്റി ഒരുപാട് ഭാഗങ്ങൾ വേദം. നമുക്ക് ചില വാക്കുകൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. നമ്മൾ ഈ അകമനുഷ്യനെ പറ്റി നമ്മൾ പഠിക്കേണ്ട ആവശ്യകത, ഈ ദേഹിയെ പറ്റി പഠിക്കേണ്ട ആവശ്യകതയാണ് ഇവിടെ പറയുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. മതി. ഇവിടെ പറയുന്നു, നമ്മുടെ അകമേയുള്ളവൻ, അകമനുഷ്യൻ നാൾക്കുനാൾ എന്തു പ്രാപിക്കുന്നു? പുതുക്കം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനസ്സിനകത്ത് ഒരു അകമനുഷ്യനുണ്ട്. ആ മനുഷ്യൻ നിരന്തരമായി ഓരോ ദിവസവും പുതുക്കം പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ഒരു പദത്തെ പറ്റി പറയുന്നത് മനസ്സുമായി ബന്ധപ്പെടുത്തി. ഇതെങ്ങനെ നമുക്ക് പ്രാപിക്കാൻ പറ്റും? അതിൻ്റെ തന്നെ 15-ാമത്തെ വാക്യം വായിച്ചേ. മതി. ഇവിടെ പറയുന്ന 2 ഭാഗമാണ്. ഒന്ന്, അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അവിടെ വ്യക്തമായി പറയുന്നു, നമ്മുടെ അകമനുഷ്യൻ നിരന്തരമായി പുതുക്കം പ്രാപിക്കണമെങ്കിൽ ഒന്ന് അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആ വചനം വായിച്ചാൽ മതി. പ്രാർത്ഥിക്കുന്നു. 2-ാമത്തെ ഭാഗം എന്താണ്? സ്തോത്രം ചെയ്യുന്നു. ഈ 16-ാമത്തെ വാക്യത്തെ ഉറപ്പിക്കുന്ന ഭാഗമാണ് 15-ാമത്തെ വാക്യം പറയുന്നത്. ഒന്ന്, പ്രാർത്ഥിക്കണം. എന്ത് ചെയ്യണം? എന്തിനാണ്? നമ്മുടെ അകമനുഷ്യൻ നിരന്തരമായി പുതുക്കം പ്രാപിക്കുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അകമനുഷ്യൻ ദൈവം ഉണ്ടോ എന്നുള്ള ഉറപ്പ്, പരിശുദ്ധാത്മാവ് നമ്മുടെ അകമനുഷ്യനുണ്ടോ എന്ന് നിരന്തരമായി ചെക്ക് ചെയ്യുന്നത് ഒന്ന് പ്രാർത്ഥനയിലൂടെ, 2 എന്ത് ചെയ്യണം? നിരന്തരമായി ദൈവത്തെ സ്തുതിക്കണം. ഇതിൻ്റെ ഒരു ബേസിക് കാര്യമാണ് ദൈവസഭ ആഴമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ അധരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? സ്തുതിക്കുന്ന അനുസരിച്ച് അകമനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? നമ്മുടെ അധരങ്ങൾ തുറന്ന് സ്തുതിക്കുവാൻ മടി കാണിക്കരുത്. അകമനുഷ്യൻ എന്ത് ചെയ്യണം? നിരന്തരമായി സ്തുതിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? നാൾക്കുനാൾ അഭിവൃദ്ധി പ്രാപിക്കുവാനിടയായിത്തീരും. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം, അതിൽ തന്നെ അകമനുഷ്യനെ പറ്റി പറയുന്ന ഭാഗമാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലുള്ള സഭയ്ക്കൊരു ദൂത് എഴുതുമ്പോൾ അവിടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുട്ടുകുത്തുന്ന അനുഭവമാണ്. എന്താണ് ഇവിടെ പറയുന്നത്? അവരുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിച്ച് ബലപ്പെടേണ്ടതിന് ഞാൻ ദൈവസന്നിധി മുട്ടുകുത്തുന്നു. അപ്പോൾ ദൈവദാസന്മാർ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അതിപ്രാധാന്യ വിഷയമാണ്. അത് മാത്രമല്ല, ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. വ്യക്തിപരമായി നാം ദൈവസന്നിധി മുട്ടുകുത്തേണ്ട വിഷയമാണ്. കർത്താവേ, എൻ്റെ അകമനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ പുതുക്കം പ്രാപിച്ച് നിറവോളം കർത്താവിനോട് നിൽക്കണമേ എന്നുള്ള പ്രാർത്ഥന
ആവശ്യമാണ്, അനിവാര്യമാണ്. അപ്പോൾ ഓർക്കണം, ഇവിടെ പറയുന്ന ഭാഗമുണ്ട്, മനുഷ്യൻ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ മുൻപോട്ട് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ അല്ലയോ സ്തോത്രം, അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് അല്ലയോ സ്തോത്രം വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ആന്തരികമായ മനസ്സിനകത്ത് പുതുക്കം പ്രാപിക്കുവാൻ നാം ചെയ്യേണ്ട കാര്യം, 1, ദൈവസന്നിധിയിൽ മുട്ടുകുത്തണം. 2, ദൈവസന്നിധി സ്തുതിക്കുന്നവരായി തീരണം. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം, ഗലാത്യ ലേഖനത്തിൽ വരാം, 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നുള്ള വിഷയം വളരെ വളരെ നന്നായി എന്ത് ചെയ്യാണ് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അതെന്തുകൊണ്ടാണ് പറയണമെന്നറിയാം? പരിശുദ്ധാത്മാവ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള സംഭവമാണ്. ഇവിടെ പറയുന്ന ഭാഗമുണ്ട്, അവിടെ എന്ത് ചെയ്യാണ്? അല്ലയോ സ്തോത്രം, സ്നേഹം, സന്തോഷം, സമാധാനം, ഇങ്ങനെ തുടങ്ങുന്ന അനേകം കാര്യങ്ങൾ അതിനകത്ത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ലോകത്തിനുമില്ലേ? നല്ല ഹൈന്ദവർക്കുമില്ലേ? ഇല്ലേ? ഉണ്ട്. നല്ല മുസ്ലിം സഹോദരങ്ങൾക്കില്ലേ? ഇതൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവർക്കും ഉള്ള സംഭവം പറയുന്നത്. പക്ഷെ ദൈവമക്കളുടെ പ്രത്യേകത എന്നറിയാമോ? എന്താ പ്രത്യേകത എന്നറിയാമോ? ഒരു ലോക മനുഷ്യന്റെ സ്നേഹം എന്ന് പറയുന്നത് ജഡീക ചിന്തയിൽ നിന്ന് വരുമ്പോൾ, ജഡീകമായിട്ടുള്ള മനസ്സിൽ നിന്ന് വരുമ്പോൾ, ഒരു ദൈവ പൈതനെ സംബന്ധിച്ച് ആത്മാവ് നിറഞ്ഞ ഹൃദയത്തിനകത്ത് നിന്ന് വരും സ്നേഹം. അതെന്താണെന്നറിയാമോ? പൊറുക്കുവാൻ കഴിയുന്ന സ്നേഹം, ക്ഷമിക്കുവാൻ കഴിയുന്ന സ്നേഹം, മറക്കുവാൻ കഴിയുന്ന സ്നേഹം. അത് ദൈവമക്കൾക്കേ പറ്റത്തുള്ളൂ. ഇതാ പരിശുദ്ധാത്മാവ് മനസ്സിൽ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ സംഭവിക്കുന്ന കാര്യം. മനസ്സിലായോ? സ്നേഹം വരുന്നത് മനസ്സിൽ നിന്നാകണം. ഒരു വ്യക്തി നമ്മോട് എതിർപ്പായി നമ്മൾ ചെയ്താൽ അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ക്ഷമിക്കുവാൻ കഴിയണം. അതാ ദൈവസ്നേഹം എന്ന് പറയുന്നത്. അതിനെന്ത് ചെയ്യണം? നമ്മുടെ മനസാക്ഷിക്കകത്ത് പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യണം? അലൗ ചെയ്തു കൊടുക്കണം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിനകത്ത് ഉള്ളിൽ നിറയാതെ നമ്മുടെ മനസാക്ഷിക്കകത്ത് ശരീരത്തിൽ മാത്രം ആ സ്നേഹം വെളിപ്പെട്ടാൽ, ശരീരത്തിൽ മാത്രം ആ പരിശുദ്ധാത്മ വെളിപ്പെട്ടാൽ ചിലപ്പോൾ പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. ഒരുപാട് തെളിവുകളുണ്ട്. നമുക്കൊന്ന് ചില വേദഭാഗം വായിക്കാൻ നമുക്കറിയാം. മത്തായി സുവിശേഷം വായിക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്കൊന്ന് വരാം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം വായിച്ചേ. ഇവിടെ പത്രോസിനോട് യേശു കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്, നീ ജീവനുള്ള സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തു. ഇതെവിടെ നിന്നാ വന്നേ? ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന്. പക്ഷേ അതേ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് പൂർണ്ണമായി നിറയാത്ത അനുഭവം പത്രോസിനുണ്ടായിരുന്നത് കൊണ്ടാണ് അടുത്ത ഒരല്പ സാഹചര്യം കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്യുന്നത്? പത്രോസ് എന്താ പറയുന്നേ? നീ ക്രൂശിക്കപ്പെടാൻ വേണ്ടി പാടില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഒരുപോലെ പ്രതികരിക്കും ദൈവസന്നിധിയിൽ. ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ ഒരിക്കലായി ആർക്കും വെളിപ്പെടാത്തൊരു ദൂതുമായി പത്രോസ് വന്നു. ഇത് ദൈവിക സ്നേഹത്താൽ വന്നൊരു കാര്യമാണ്. നീ ജീവനുള്ള ദൈവപുത്രനായ ക്രിസ്തു എന്ന് ഒരു വലിയൊരു വെളിപ്പാട് പറയുന്ന അതേ പത്രോസ് അല്പനേരം കഴിഞ്ഞപ്പോൾ നീ മരിക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ യേശു കർത്താവ് എന്താ പറഞ്ഞേ? സാത്താനെ, എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായോ? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, ശരീരത്തിൽ മാത്രം ദൈവസാന്നിധ്യം വെളിപ്പെട്ടാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ദൈവസാന്നിധ്യം വെളിപ്പെടും. ചിലപ്പോൾ ദൈവഹിതമില്ലാത്ത വാക്കുകൾ വരുവാൻ സാധ്യതയുണ്ട്. ഇവിടെ അതാ പറഞ്ഞത്. യേശു കർത്താവ് വ്യക്തമായി പറയുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം, കർത്താവേ, ഇടയ്ക്കിടയ്ക്ക് ഒരു ദൈവപ്രവൃത്തിയല്ല, നിരന്തരമായി എൻ്റെ വായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാൽ കൊണ്ട് നിറയണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം. ഒരു കാര്യം കൂടെ നമ്മൾ അതിനെ ഉറപ്പിക്കാൻ വേണ്ടി ഒരു വാക്യം കൂടെ വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം തന്നെ 26-ാം അധ്യായത്തിലേക്ക് വരാം. 26-ാം അധ്യായത്തിൽ വരുമ്പോൾ 40-ാമത്തെ വാക്യം വായിച്ചേ.
അടുത്ത വാക്യം. ശ്രദ്ധയോടെ കേൾക്കാം. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. ഇവിടെ യേശു കർത്താവിൻ്റെ അവസാന ഒരു കാലഘട്ടത്തിൽ വന്നിരിക്കുക. പക്ഷെ പത്രോസിനോട് പറയുന്നൊരു ഭാഗം, ഒന്നാമത്തെ ഭാഗം തെളിയിച്ചു. എന്താണ്? തൻ്റെ വായി ഇടയ്ക്ക് ദൈവത്തിനെ അകന്നുപോയി. കാരണം മനസ്സിനകത്ത് ദൈവസാന്നിധ്യം അറിയാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട്. യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിലാക്കി വെച്ചിട്ട് ഏറ്റവും അധികം സ്നേഹിച്ച തൻ്റെ ശിഷ്യന്മാരെ അടുത്ത് വെച്ചിട്ട് പറയുന്നൊരു ഭാഗമുണ്ട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. അടുത്ത ഭാഗം വളരെ മറന്നു പോകരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. അപ്പോ ജഡം ബലഹീനമാകാതിരിക്കണം എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ നാം ഉറ്റിരുന്ന് പരിശുദ്ധാത്മാവിന് നമ്മുടെ മനസാക്ഷി അനുവദിച്ചു കൊണ്ടേയിരിക്കണം. ഇന്ന് പകൽ പറഞ്ഞ ദൈവദാസൻ പറഞ്ഞ വാചനം ഒന്നുകൂടെ ചേർത്ത് പറയാം. നിരന്തരമായി നാം നനവ് വന്നുകൊണ്ടേയിരിക്കണം മനസാക്ഷിക്കകത്ത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ യേശുവിനെ പിടിക്കാൻ വേണ്ടി, അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് മനസ്സിലായോ? യേശുവിനെ പിടിക്കാൻ വേണ്ടി ഒരു കൂട്ടം പടജനം വന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അതുവരെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സ്നേഹത്തിൽ വേരൂന്നണമെന്നും സ്നേഹിക്കണമെന്നും ശത്രുക്കളെ പോലെ സ്നേഹിക്കണമെന്നും പഠിപ്പിച്ച് ശരീരത്തിൽ മാത്രം വെളിപ്പെട്ടു പോയ പത്രോസിനോട് ആത്മാവിൽ യേശു പറഞ്ഞത്, പത്രോസേ, നിന്റെ ആത്മാവ് ഒരുക്കമുള്ളതാ, പക്ഷെ നിന്റെ ജഡം ബലഹീനമാണ്. ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവ സാന്നിധ്യത്തിൽ നീ പ്രാർത്ഥിക്കണം. അതെന്താണെന്നറിയാമോ? അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ ചില പടജനം അതിനകത്ത് വന്നപ്പോൾ അതുവരെയും സ്നേഹിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പഠിപ്പിച്ച യേശുവിൻ്റെ മുൻപിൽ വെച്ച് തന്നെ തൻ്റെ സ്വഭാവമായ വാളെടുത്ത്, പഴയ സ്വഭാവത്തെ എടുത്ത് അതിനെ വെട്ടുന്നൊരനുഭവം കടന്നു വന്നതിന് കാരണം എന്നാണെന്നറിയാമോ? ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ അനുവദിച്ചു കൊടുക്കുവാൻ കഴിയാതെ പലപ്പോഴും പ്രാർത്ഥനയ്ക്കകത്ത് വന്ന പരാജയമാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് പറ, കർത്താവേ, എൻ്റെ ഇന്നത്തെ ഒരു പ്രാർത്ഥന, ഒന്നാമത്തെ പ്രാർത്ഥനയാണ്, കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ സകല നിമിഷങ്ങളിലും എൻ്റെ വായികൾ, എൻ്റെ ഹൃദയം, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവൃത്തികൾ, അപ്പാ, അങ്ങേക്ക് ഹിതമില്ലാത്ത ഒന്നും തന്നെ എൻ്റെ മേൽ വെളിപ്പെടുവാൻ അനുവദിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ജീവിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വഭാവമായി തീരുവാൻ കർത്താവേ എന്നെ ഞാൻ എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഇതൊരു രണ്ടാമത്തെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. നമുക്കൊന്ന് കർത്താവിനോട് പറയുവാൻ പറ്റും, അപ്പാ, എന്നെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ, തിരുക്കരത്താ വാഗിച്ചു എന്നെ, തിരുഹിതം പോ നടത്തേണമേ. എത്ര പേർക്ക് പറയുവാൻ കഴിയും? തിരുക്കരത്താ വാഗിച്ചു എന്നെ, തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ, എത്ര പേർ ഹൃദയംഗമായി പറയുവാൻ കഴിയും? കളിമണ്ണു പോൽ അനുദിനം നീ പാണിയേണമേ. ഹൃദയംഗമായി പറയുവാൻ പറ്റുമോ? കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പാണിയേണമേ. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം, കർത്താവേ, ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണെന്ന പോലെ അടിയനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. അപ്പാ, ഇന്ന് പകൽക്ക ദൈവദാസൻ പറഞ്ഞ വചനം വിട്ടുപോകരുത്. ശക്തമായി ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞൊരു വചനമാണ്. എന്നെ അവിടെ ഇരിക്കുവാൻ പോലും കഴിയാത്തവൻ സ്വാധീനിച്ച വചനമാണ് നിരന്തരമായി. അപ്പം ആ വചനം വിട്ടുപോകരുത് കർത്താവേ. എൻ്റെ മേലും എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എൻ്റെ സഭയുടെ മേൽ അപ്പാ നിരന്തരമായ അഭിഷേകം വെളിപ്പെടണം അപ്പാ. നിരന്തരമായി കുശവൻ്റെ കയ്യിലെന്ന പോലെ. ഒരിക്കൽ കൂടെ നമുക്ക് ചേർന്ന് പാടാമോ? കുശവൻ കയ്യിൽ
കാളിമണ്ണു ഞാൻ, അനുദിനം നീ എന്നെ പാണിയേണമേ. അപ്പാ കുശവൻ കയ്യിൽ കാളിമണ്ണു ഞാൻ, അനുദിനം നീ ഞങ്ങളെ പാണിയേണമേ. ഈ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിനായി പ്രാർത്ഥിക്കുന്ന സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറഞ്ഞ രണ്ടാമത്തെ പ്രാർത്ഥന വിഷയം. ഒന്നാമത്തെ വിഷയം പരിശുദ്ധാത്മാവിന് നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുന്ന അനുവദിക്കുന്നത് പോലെ എൻ്റെ മനസാക്ഷി അനുവദിക്കുക. ഒന്നാമത്തെ പ്രാർത്ഥനയാണെങ്കിൽ രണ്ടാമത്തെ പ്രാർത്ഥന, കർത്താവേ, എൻ്റെ കർത്താവേ, ഒരു ഇടയ്ക്കിടയ്ക്കുള്ള ഒരു വെളിപ്പാടല്ല, ഇടയ്ക്കിടയ്ക്കുള്ള സ്പർശനമല്ല. അപ്പാ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ശരീരങ്ങളുടെ മേലും ഞങ്ങളുടെ ജീവിതത്തിന്മേലും ഞങ്ങളുടെ മനസാക്ഷിക്കകത്ത് നിരന്തരമായി കർത്താവേ എന്നെ നീ ഒന്നൊന്ന് ഇടപെടണപ്പാ, നിരന്തരമായി എന്നെ സൂക്ഷിക്കണമേ. ദൈവരാശ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വാഗ്ദത്തം ചെറുതല്ല, ഒരു ചെറിയൊരു വാഗ്ദത്തമല്ല കർത്താവ് നമുക്ക് നൽകിയത്. അപ്പാ, ദൈവോചൻ ഇന്ന് പൽക്കാലം പറഞ്ഞതുപോലെ ഞാൻ അതിനെ സൂക്ഷിക്കും. ഏതിനെയാ? ഞാൻ അല്ലേ എൻ്റെ കർത്താവ് ദൈവം തമ്പുരാൻ പറയാണ്, നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ സഭകളെയും സൂക്ഷിക്കുവാൻ പ്രാപ്തരായ ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, നിരന്തരമായി പത്രോസിനോട് പറഞ്ഞു, ആത്മാവ്, നിന്റെ ആത്മാവ് ഒരുക്കമുള്ളതാ, നിന്റെ ജഡം ബലഹീനമാ. ജഡബലഹീനത തികഞ്ഞു വരുന്ന ദൈവസാന്നിധ്യം നിറയണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവേ, എനിക്കത് വേണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേരാണ് ഏത് വിധത്തിലാണ് ഈ വചനം എടുക്കുന്ന അറിഞ്ഞില്ല. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു ആലോചനയാണ്. ദൈവസഭയെ പരിശുദ്ധാത്മ നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഈ തലമുറ ദൈവസാന്നിധ്യം നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. വലിയ അത്ഭുതങ്ങൾ കാണാനല്ല, അടയാളങ്ങൾ കാണാനല്ല. ഈ ആത്മാവ് ഹല്ലേലൂയ ഒരുക്കമുള്ളതാ. ജഡം ബലഹീനമാകയാൽ നമ്മുടെ ബലഹീനതയ്ക്ക് തികഞ്ഞു വരുന്ന ദൈവസാന്നിധ്യത്തിൽ ദൈവസഭ ഉറച്ചു നിൽക്കാനാണ്. ഹല്ലേലൂയ. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നിന്റെ ഹൃദയത്തിനകത്ത് ഒരു ബലഹീനത ഞാൻ കാണുന്നുണ്ട്. ഇന്ന് പകൽക്ക് ദൈവസഭയുടെ ആത്മാവിൽ ദൂത് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ പറ്റി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഉള്ളിൽ എവിടെയോ ബലഹീനതകൾ വരുന്നുവെങ്കിൽ, എവിടെയോ പതർച്ചകൾ വരുന്നുവെങ്കിൽ, എവിടെയോ വിശ്വാസത്തിന്റെ പതർച്ചകൾ വരുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം പറയേ, ഒരുമിച്ച് ഞാൻ ഉൾപ്പെടെ ചേർന്ന് ഒരുമിച്ച് പറയണം, കർത്താവേ, എൻ്റെ മേൽ നിരന്തരമായ ഒരു ഉറപ്പിക്കുന്ന ഒരു അഭിഷേകം എൻ്റെ വെളിപ്പെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കർത്താവേ, നമ്മുടെ സഭയ്ക്കകത്ത് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നയിക്കണം. അപ്പം രണ്ടാമത്തെ പ്രാർത്ഥന വിഷയം മറന്നു പോകരുത്. നിങ്ങൾ നിരന്തരമായി, ഇത് കഴിഞ്ഞ ആഴ്ചത്തെ കൊണ്ടൊരു ദൂതല്ല, ആ ദൂത് നിരന്തരമായി കേൾക്കേണ്ട രണ്ട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞു പരിശുദ്ധാത്മാവ്. ഒന്ന് എന്താണ്? നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ റിയാക്ഷൻ മാത്രം പോരാ, നമ്മുടെ മനസ്സിനകത്ത് പരിശുദ്ധാത്മാവിനെ അനുവദിക്കാൻ എന്നെ സഹായിക്കണമേ. ഒന്നാമത്തെ പ്രാർത്ഥന. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർ ആഗ്രഹമുണ്ട്? സഭ അങ്ങനെ പ്രാർത്ഥിച്ചേ പറ്റൂ. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ദൈവാത്മാവ് നിങ്ങൾ നിറയ്ക്കും, ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങൾ കാണും. ഞാൻ പറയുന്നു, ഏലിയാവിനെ പോലെ ചില പ്രവാചകന്മാരെ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? അപ്പാ, എൻ്റെ മക്കളെ, എൻ്റെ തലമുറയെ, എന്നെ അങ്ങനെ ഒരു അഭിഷേകത്തെ ദൈവം ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഫിലിപ്പോസിനെ പോലെ ആത്മാവിൽ പുറത്തു കൊണ്ടുവരുന്നവരെ പോലെ, ആത്മാവിൽ എടുത്തു കൊണ്ടുവന്ന പോലെ, പൗലോസിനെ പോലെ ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിത്വമായി തീർക്കണമെന്ന പ്രാർത്ഥനയായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗം നമ്മൾ വെളിപ്പെടണം. രണ്ടാമത്തെ പ്രാർത്ഥന വിഷയം എന്താ? ഇന്നത്തെ പ്രാർത്ഥന വിഷയം എന്താ? നിരന്തരമായി ഒരു ദൈവ സാന്നിധ്യം. കർത്താവേ, എൻ്റെ ആത്മാവ് ഒരുക്കമുള്ളതാണ്, കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പക്ഷേ എൻ്റെ ജഡം ബലഹീനമാണ്. പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ബലഹീനമായ ഈ ബലഹീനത. എന്ത് ബലഹീനതയാ? ശരീരത്തിൽ രോഗമല്ല, ദൈവസനി ജയിക്കുവാൻ കഴിയാത്ത അനുഭവം. എന്താ ജയിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തെ ഫൈറ്റ് ചെയ്യുന്ന ചില അനുഭവങ്ങൾ, കോപങ്ങൾ, വൈരാഗ്യങ്ങൾ, നിരാശകൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പൂർണ്ണമായി മാറി ദൈവത്തിൻ്റെ വചനം സർവായുധ വർഗം എടുത്തു ധരിച്ച് ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ
നമ്മെ തികഞ്ഞവനാക്കി നിർത്തുന്ന, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തെ ജീവിക്കുവാൻ നമ്മെ സമർത്ഥമാക്കുന്ന, അല്ലെങ്കിൽ ബലഹീനതയ്ക്ക് തികഞ്ഞു വരുന്ന ഒരു ദൈവ സാന്നിധ്യത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ മാതാപിതാ നാട്ടിലൊക്കെ ആയിരിക്കുന്ന മാതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, അവർ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും അതിനകത്തൊരു നിറഞ്ഞു വരുന്ന, അവരെ മേൽ ആ ബലഹീനതയ്ക്ക് തികഞ്ഞു വരുന്ന ഒരു ദൈവസ്ഥാനം നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നാം ആയിരിക്കും ദൈവം ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഇൻട്രൊഡക്ഷൻ പോയിന്റാണ് ഇവിടെ കംപ്ലീറ്റ് ആകുവാനിടയായി തീർന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. പരിശുദ്ധാത്മാവ് ദൈവസഭയിലേക്ക് ഉപയോഗിക്കപ്പെടുവാൻ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വിചാരിക്കുന്നൊരു അനുഭവമല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അതൊക്കെ ഒരു ദൈനംദിന ജീവിതത്തിൽ അത് നാം ശ്രദ്ധിക്കപ്പോലും പെടാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അതൊക്കെ സംഭവിക്കും. പക്ഷെ അതിനു മുൻപേ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് ക്രിസ്തു എന്ന തലയോളം നാം വളരണം, ആത്മാവിൽ വളരണം. അങ്ങനെയുള്ള ശേഷിപ്പിന് ദൈവത്തിന് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു തലമുറയെ ദൈവത്തിന് ആവശ്യമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പാ, ഞങ്ങളെ അതിനായി ഒരു നിമിഷം കണ്ണുകൾ മൂടാം. നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. എല്ലാവരുടെ കണ്ണുകൾ മൂടിയാട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയപ്പെടുന്ന പല കാര്യങ്ങൾ സംഭവിച്ചേക്കാം. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ജീവിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള, ഇന്ന് പോലെ ദൈവദാസൻ പറഞ്ഞ അതേ വാചകം, മുൻപോട്ട് എനിക്ക് ഒരടി പോലും എടുത്തു വയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു പക്ഷെ നടന്നു പോയേക്കാം. എന്നാൽ കർത്താവേ, എൻ്റെ അങ്ങയുടെ ആത്മാവിനെ നിറയ്ക്കണം. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പകൽക്കാർ രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കൊന്ന് പറയാൻ പറ്റും, അപ്പാ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണെന്ന പോലെ എന്നെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. ഈ ദിവസങ്ങൾ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് സഭയായിത്തീരും ദൈവാത്മാവ് ആഗ്രഹിക്കുമ്പോൾ കുശവൻ്റെ കയ്യിലെ കളിമണ്ണെന്ന പോലെ കർത്താവെ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. മാനുഷികമായി ഒരു പക്ഷേ പരാജയപ്പെട്ടു പോയ പല ഫീൽഡും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഇന്നും ഒരു പക്ഷേ പരാജയം എന്ന് പറയുന്ന പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നേക്കാം. അതിനെ നമ്മൾ ബോധേടാവേണ്ട. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട രണ്ടാമത്തെ വിഷയം, കർത്താവ് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവ സാന്നിധ്യം. പത്രോസിനോട് പറഞ്ഞ അതേ ദൂതെന്ന് പകൽക്കാലം നമ്മോട് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ ഈ ദൂതിനെ ഏറ്റെടുത്ത് നമുക്ക് ഒരുമിച്ച് സഭ ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സഭ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താലായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനൊരു തലമുറ നമ്മുടെ തലമുറ വരട്ടെ. നമ്മളെത്ര തന്നെ നമ്മൾ அதை ശാസിപ്പിച്ച് ശിക്ഷിച്ചു വളർത്തി എന്ന് പറഞ്ഞാലും അങ്ങനെ അവർ ഉറപ്പായി നന്നായി ജീവിക്കുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ ഇന്ന് പകൽക്കാലം നമുക്കൊരു ഉറപ്പുണ്ട്. എന്നാണെന്നറിയാമോ? അവൻ്റെ മേൽ, എൻ്റെ മേൽ, അവളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ആ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും അവരെ ദൃഷ്ടി വെക്കാൻ അനുവദിക്കത്തില്ല. തലമുറകളെ ഇല്ലായ്മ ചെയ്യുന്നു, ഈ ദേശത്തും തുടച്ചു മാറ്റി കളയുന്നു. വിദ്യാഭ്യാസ മണ്ഡലങ്ങൾ ഉന്നതികളിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു നന്മ കാണത്തില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് അസമാധാനം അനുഭവിച്ചു കളയുമെന്ന് നിരന്തരമായി നിന്നെ തകർത്തുകൾ വാദിച്ച വാദഗതികൾ ഇന്ന് പകൽക്കാലം വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിനകത്ത് ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ മേൽ അങ്ങയുടെ അഭിഷേകത്തെ നിറയട്ടെ. കർത്താവേ, എൻ്റെ മനസ്സിൻ്റെ അകത്ത്, ശരീരത്തിൽ മാത്രമല്ല കർത്താവേ, എൻ്റെ മനസ്സിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിനെ അനുവദിച്ചു കൊടുക്കുവാൻ എന്നെ ബലപ്പെടുത്തണം കർത്താവേ. കർത്താവേ, പരിശുദ്ധാത്മാവിന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ, എൻ്റെ വിൽ പവറിൻ്റെ മുന്നിൽ, എൻ്റെ ഇന്റലക്ച്വൽ പവറിനകത്ത് കർത്താവേ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ തടസ്സമായി അപ്പാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണമേ അപ്പാ. അതിനായി ഞാൻ സമയത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ട്. പത്രോസിനോട് പറഞ്ഞതുപോലെ, പത്രോസേ, നിന്റെ ആത്മാവ് ഒരുക്കമുള്ളതാ, പക്ഷേ ജഡമോ ബലഹീനമത്രേ. പക്ഷേ ഇന്ന് പകൽക്കാലം ആ ബലഹീനത കണ്ടുകൊണ്ട് പിശാച് ചില പദ്ധതികൾ ചെയ്യുമ്പോൾ ഇന്ന് പകൽക്കാലം പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ ബലഹീനതയ്ക്ക് തികഞ്ഞു വരുന്ന ഒരാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ ദേഹിക്കകത്ത്, എൻ്റെ ഉള്ളത്തിനകത്ത്, എൻ്റെ ആകമനുഷ്യനകത്ത്, എൻ്റെ പ്രാണന
ആത്മാവിനകത്ത് കർത്താവേ അങ്ങയുടെ സാന്നിധ്യം നിറയത്ര പേർക്ക് ആഗ്രഹമുണ്ട്. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് സഭയ്ക്കകത്ത് വെളിപ്പെടുമ്പോൾ അപ്പാ അടിയനെ നിറയ്ക്കണമേ. ഒരു സാധാരണ വിശ്വാസിയെ ജീവിക്കുവാനല്ല കർത്താവ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ ഓരോ വിശ്വാസവും പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രിയപ്പെട്ട ടിനോച്ചാനോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ കുടുംബത്തോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ്, പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ ശരീരങ്ങളിൽ, അവരുടെ മനസ്സായി നടക്കുന്ന കർത്താവേ, ടിൻഡുച്ചേനോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ കുടുംബങ്ങളുമേ ദൈവസാന്നിധ്യം നിറയട്ടെ, ശരീരങ്ങളുമേ ദൈവസാന്നിധ്യം നിറയട്ടെ. ആ രണ്ട് കുടുംബം ദൈവസാന്നിധ്യം നിറയട്ടെ കർത്താവേ. കൃപസിസ്റ്ററുടെ കുടുംബത്തിനകത്ത് ദൈവസാന്നിധ്യം നിറയട്ടെ, മനസ്സിനകത്ത് ദൈവസാന്നിധ്യം നിറയട്ടെ, വിജയബ്രദറുടെ കുടുംബത്തിനകത്ത് ഒരു ദൈവസാന്നിധ്യം നിറയട്ടെ. അടിയന്റെയും പ്രിയപ്പെട്ട ദൈവദാസന്റെ കുടുംബങ്ങളുടെ അകത്ത് കർത്താവേ, ഞങ്ങളുടെ സഭയിലുള്ള ഓരോ കുടുംബങ്ങളുടെ അകത്ത് അപ്പാ അങ്ങയുടെ അഭിഷേകത്തെ നിറയട്ടെ കർത്താവേ. അങ്ങയുടെ അഭിഷേകത്തെ നിയന്ത്രിതമായ ഒരു തലമുറ ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. കർത്താവേ, ഞങ്ങൾക്ക് വേണം അങ്ങയുടെ സാന്നിധ്യം വേണം കർത്താവേ. അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം വേണം അപ്പാ. ഈ ബലഹീനത തികഞ്ഞ ഒരു ദിവസം ഞങ്ങൾക്ക് വേണം അപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം അപ്പാ. അങ്ങയുടെ സാന്നിധ്യം വേണം അപ്പാ. അപ്പാ, ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ തലമുറകൾ തെറ്റിപ്പോകാൻ അനുവദിക്കരുതപ്പാ. ഞങ്ങൾ കർത്താവേ പെട്ടെന്നുള്ള ചില സംഭവങ്ങൾ കൊണ്ട് ലോകത്തോട് തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ ലോകത്തുനിന്ന് പോലും തകർത്തക്ക നിലവാരത്തിൽ ശത്രുവിടുന്ന പല അമ്പുകൾ, ഹല്ലേലൂയ മന്ത്രവാദ ശക്തികൾ, കെടുതികൾ, ഹല്ലേലൂയ എതിർ പ്രാർത്ഥനകൾ പോലും ജീവിതത്തെയും ജോലിയെയും ജീവിത സാഹചര്യം രോഗമിട്ടും വിവിധമായ നിരാശകളിട്ടും ജോലിക്കകത്തു പോലുള്ള പ്രഷറിട്ട് കർത്താവേ വിവിധമായ വിഷമത്തിലൂടെ ദൈവദാസന്മാർ ദൈവമക്കൾ കടന്നു പോകുമ്പോൾ അപ്പാ ഈ ബലഹീനത തികഞ്ഞു വരുന്ന ഒരു ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം അപ്പാ. ഒരു മാനുഷ്യ ബലം ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. ചിലർ കുതിരകളിലും കർത്താവേ ചിലർ രഥങ്ങളിലൊക്കെ ആശ്രയിക്കുമ്പോൾ ഞാനും ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കും അപ്പാ. അങ്ങയുടെ അഭിഷേകം ഞങ്ങൾക്ക് വേണമപ്പാ. അങ്ങയുടെ അഭിഷേകം ഞങ്ങൾക്ക് വേണമപ്പാ. അങ്ങയുടെ അഭിഷേകം ഞങ്ങൾക്ക് വേണമപ്പാ. അങ്ങയുടെ അഭിഷേകം സഭയ്ക്ക് ആവശ്യമാണപ്പാ. അങ്ങയുടെ അഭിഷേകം ഞങ്ങൾക്ക് ആവശ്യമാണപ്പാ. ഓരോ കുടുംബങ്ങളുമേ അങ്ങയുടെ അഭിഷേകം വെളിപ്പെടട്ടെ കർത്താവേ. ഓരോ കുടുംബങ്ങളും കർത്താവേ ഹല്ലേലൂയ എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ഒരു കാലച്ച കേൾക്കുന്ന ഒരു ഏദേന്തോട്ടം പോലെ ഞങ്ങളുടെ കുടുംബങ്ങൾ തീരിട്ട് കർത്താവേ. ഓരോ വ്യക്തികളുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ നിയുക്തത, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത അനുഭവിക്കുവാൻ കർത്താവേ ഞങ്ങളെ അതിനായി സമർപ്പിക്കുന്നു കർത്താവേ. നിശ്ചയമായി ഞങ്ങളുടെ സഭയെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് കർത്താവേ. അപ്പാ, ഞങ്ങൾക്ക് മാനുഷികമായി പല നന്മകളും അടഞ്ഞു കിടക്കുമ്പോൾ അപ്പാ അതിനകത്തൊരു ഉറപ്പ് താപ്പാ, ഒരു പൂർണ്ണ വിശ്വാസം തരട്ടപ്പാ. ഇന്നുപോലെ ദൈവദാസൻ അതുപോലെ കർത്താവേ ഞങ്ങൾക്ക് അതിൻ്റെ കർത്താവ് വിശുദ്ധി നിലനിൽക്കേണ്ട ഉറപ്പ് ഞങ്ങൾക്ക് താപ്പാ. ഒരു വിശ്വാസത്തിൽ നിൽക്കേണ്ട ഉറപ്പ് ഞങ്ങൾക്ക് താപ്പാ. ഞങ്ങളുടെ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കേണ്ട ഒരു ഉറപ്പ് ഞങ്ങൾക്ക് താപ്പാ. ഞങ്ങൾക്കത് ആവശ്യമാണ് കർത്താവേ. എൻ്റെ യേശപ്പാ, ഞങ്ങളോടൊന്ന് മനസ്സറിയണം, ഞങ്ങളോടൊന്ന് മനസ്സറിയണം അപ്പാ. ഞങ്ങളുടെ സഭയെ സ്നേഹിക്കണം അപ്പാ. അപ്പൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമില്ലാത്തൊരു സഭ ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. മോശ പറഞ്ഞതുപോലെ തിരുസാന്നിധ്യം എന്നോട് പോരുന്നില്ല എങ്കിൽ എന്നെ നീ അയക്കരുതപ്പാ. എൻ്റെ യേശപ്പാ, ഈ ദേശത്തിൻ്റെ മധ്യേ കർത്താവിൻ്റെ വേലയുമായി കർത്താവിൻ്റെ സഭയായി ഇവിടെ ഞങ്ങൾ കൂടുന്നപ്പാ. പലരും പരാജയപ്പെട്ടവരാണപ്പാ. പലരും കർത്താവ് ബലഹീനരാണ് കർത്താവേ. അപ്പാ, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്നവർ കർത്താവ് ബലഹീനതയിലായിരിക്കുമ്പോൾ തികഞ്ഞു വരുന്ന ഒരു ദൈവസ്നേഹം, ഒരഭിഷേകം അപ്പാ ഞങ്ങൾക്ക് വേണമപ്പാ. ഞങ്ങൾക്ക് വേണമപ്പാ. ഞങ്ങളുടെ തലമുറകൾക്ക് വേണമപ്പാ. അപ്പാ, ഈ ദൈവജനം സ്തുതിക്കുന്നവരായി തീരട്ടെ കർത്താവേ. ദൈവമേ, ലോകത്തിൽ ഞങ്ങളൊരു ഭോഷനായെന്ന് പറഞ്ഞാൽ പലപ്പോഴും നിന്നെ കൊണ്ടൊന്നിനും കഴിയത്തില്ലെന്ന് പറഞ്ഞു. നിന്നെ കൊണ്ടൊന്നിനും കഴിയത്തില്ലെന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ കർത്താവ് നിന്നെ മാനിച്ച വിധങ്ങൾ എത്രയോ പ്രാവശ്യം തകർത്ത് കളയുമെന്ന് ഒതുക്കിക്കളയുന്നു പരസ്യമായി വാദിച്ച മണ്ഡലങ്ങൾ, പരസ്യമായി പോലും പല വെല്ലുവിളികൾ
നിന്നെക്കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ കർത്താവ് നമ്മെ നിർത്തിയില്ലേ? ആ സ്നേഹത്തിൽ എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഇനിയും നമ്മെ നിർത്തുവാൻ ശക്തനായ ദൈവമാണ്. നമ്മുടെ വിഷയങ്ങളുടെ ദൈവ സാന്നിധ്യം ഇറങ്ങുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. ബലഹീനതയെ തികഞ്ഞ ഒരു ദൈവ സാന്നിധ്യം. കർത്താവേ, നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളാരും കർത്താവേ ഉന്നതരല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ സന്നിധി സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിന് ഞങ്ങൾ നിറയ്ക്കണമപ്പ. അങ്ങയുടെ ആത്മാവ് ഞങ്ങൾക്ക് വേണമപ്പ. കർത്താവേ, ഇടയ്ക്ക് വന്നു പോകുന്ന അനുഭവമല്ല അപ്പാ. ഞങ്ങളുടെ ആത്മാവ് ഒരുക്കമുള്ളതാണ്, ജഡം ബലഹീനമാണപ്പ. നിരന്തരമായി നിലനിൽക്കുന്നൊരു അഭിഷേകം ഞങ്ങൾക്ക് വേണമപ്പ. ഞങ്ങളുടെ തലമുറകൾക്ക് ആവശ്യമാണപ്പ. ആ അഭിഷേകത്തെ ഈ ദിവസങ്ങൾ നിറയ്ക്കണമപ്പ. ഞങ്ങൾ ആ ആത്മാവിൻ്റെ പ്രവൃത്തിയിലേക്ക് സഭ നയിക്കപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം നിറച്ച കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ബലം ഞങ്ങൾ പകർന്ന കൃപയ്ക്കായി സ്തോത്രം. സ്വർഗം സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവദിക്കുക.